നമ്മളപ്പോൾ എല്ലാവരുടെ കഥയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കണം. ബാബ അതിന് പാകത്തിനാണ് കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് അവരവരുടെ ആവശ്യത്തിന് പാകത്തിനാണ് കൊടുക്കുന്നത്. അത് ബാബ നോക്കുകയല്ല. ബാബ നോക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇയാൾക്ക് റിസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ, ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മേടിക്കാൻ കൈകളുണ്ടോ, പാത്രമുണ്ടോ, അത് മാത്രമേ ബാബ നോക്കുന്നുള്ളൂ, അല്ലേ? അതിനെന്ത് വേണം? നമ്മൾ ബാബയെ ശ്രദ്ധിക്കണം. ചുറ്റുപാടുള്ളതൊന്നും സാരില്ല. ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഓണർ ചെയ്യുന്നുണ്ടോ, ഇതൊന്നും കാര്യമില്ല. അങ്ങനെ വേണമെങ്കിൽ എത്രയോ പ്ലേസസ് ഉണ്ട് ലോകത്ത്, നമുക്ക് റെസ്പെക്റ്റും ഓണറൊക്കെ കിട്ടും. അത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് ഗ്രേസ് ഇല്ല. ഗ്രേസ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ആ ഫ്ലോ ഇല്ല. അനുഗ്രഹത്തിനാണ് വാല്യൂ. അത് കാശ് കൊടുത്താൽ കിട്ടില്ല. അതിന് ആറ്റിറ്റ്യൂഡ് വേണം, റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പണ മനോഭാവം വേണം. ആ സമർപ്പണ മനോഭാവം ഇല്ലാണ്ട് എത്ര കാശുണ്ടെങ്കിലും, ഇപ്പൊ ആൾക്കാർ കുറെ പൈസ കൊണ്ട് ഭണ്ഡാരത്തിലൊക്കെ ഇടും, എന്നിട്ട് പറയും ഞാൻ ഇത്ര കാശ് ഇട്ടിട്ടുണ്ടെന്നോ പറയും. ബാബയ്ക്ക് ചിരി വരുന്നത് എന്റെ പൈസ ഇനിയാണ് ഇയാൾ കൊണ്ട് തരുന്നത്, അല്ലേ? ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, നീ ഒരു പൂ തന്നാലും ഒരു കായ തന്നാലും എനിക്ക് വിരോധമില്ല, പക്ഷെ അതൊരു കാര്യമുണ്ട്, അത് എൻ്റെ തന്നെയാണ്. അപ്പൊ നമ്മൾ അഹങ്കരിച്ച് ഇതെല്ലാം കൊണ്ട് കൊടുക്കും. പക്ഷെ അത് ഭഗവാന്റെ തന്നെയാണല്ലോ. ഇത് ആരാണ് എൻഡ് ഓഫ് ദ ഡേ എസെൻഷ്യലി ആരാണിത് ഓൺ ചെയ്യണത്? എല്ലാം ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ഓൺ ചെയ്യുന്ന ആരുടെയാണ്? ഭഗവാന്റെയാണ്. ഭഗവത് ശക്തിയാണ്. ആ ശക്തിയിലാണ് പോണത്. അത് നമ്മൾ പറയാ ഞാനിത് എടുത്തിട്ട് ഞാൻ തരാം. നമ്മളാര് ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മൾ എന്ത് പൊസിഷനിലാണെങ്കിലും അഹങ്കാരം വന്നോ കഴിഞ്ഞു, പിന്നെ അയാളെ ഒന്നിനും കൊള്ളാണ്ടാവും. പിന്നെ നമ്മൾ എന്താ നോക്കണത്? ഞാൻ ഇതിനേലും വലുതാണോ, ഇയാളെ എനിക്ക് കൂടുതൽ ആദരവ് കിട്ടണ്ട, മറ്റേ ഇയാൾക്ക് എന്താ ആ ചെയർ കൊടുത്ത് എനിക്കിത് കിട്ടിയില്ലല്ലോ. ഇതേപോലത്തെ കാര്യം മനസ്സിനെ വല്ലാണ്ട് അലട്ടും നമ്മളെ. അപ്പൊ എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കണം. കാരണം സുനിൽ ഇത് പറയുമ്പോൾ ഞാൻ ടെസ്റ്റായിട്ട് എടുക്കല്. എന്റെ മനസ്സിൽ അത് എന്താണ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ആലോചിക്കാം. മനസ്സിലായോ? സുനിൽ ആദരിച്ചത് പോരാ തോന്നുമ്പോ അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ എന്റെ വാക്കുകളാണോ അതോ ടെസ്റ്റാണോ നോക്കും. ബാബ ചിലപ്പോൾ സുനിൽ കൂടെ പറയായിരിക്കും, നിനക്ക് ആദരവൊക്കെ സന്തോഷമായില്ലേ, ഇത്രയൊക്കെ പോരാ. അപ്പൊ ഞാൻ ആലോചിക്കും, ആദരവ് വേണോ അനുഗ്രഹം വേണോ? അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഈ ആദരവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടുന്ന് എന്ത് കിട്ടുന്നല്ല നോക്കണ്ടേ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്ന നോക്കണ്ടേ. നമ്മുടെ കഴിവില്ലനുസരിച്ച് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക ഇവിടെ? നമ്മളെ തന്നെ. വേറെ എന്താണല്ലോ ഓതന്റിക് സമർപ്പണം വേറെ ഇത് എന്റെ അല്ല, ഇതിവിടെ വന്നാണ്. ഇതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ഞാൻ അത് കൊടുത്തല്ലോ എന്നായി. പക്ഷെ എന്നെ കൊടുത്തോ? എന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ലല്ലോ. നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുക, അതേ മാത്രമേ ഉള്ളൂ നമ്മുടേതായിട്ട് സമർപ്പണത്തിന്. ഞാൻ പറഞ്ഞു മനസ്സിലാവേണ്ടത് ആദരവല്ല അനുഗ്രഹമാണ് ജീവിതത്തിൽ. ഈ ആദരവ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഇത് ലോകത്ത് വലിയൊരു ട്രാപ്പാണ്. ഈ ലോകം, സൊസൈറ്റി ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ്. മനസ്സിലാവുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ഒരാൾ നമ്മളെ അനാദരവ് പ്രകടിപ്പിച്ചാൽ നമുക്ക് ദുഃഖം വരും. ഞാൻ ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും നല്ലൊരാള്, എന്റെ പോലത്തെ ഒരാൾ വേറെ ഇല്ല, എന്നിട്ട് എന്താണ് എന്നെ ആൾക്കാർ കാണാത്തത്? നമുക്ക് ദുഃഖം വരും. അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആദ്യം ചിന്തിക്കേണ്ട എന്താണ്? ഈ സ്ഥലത്ത് എന്നെ കൊണ്ട് ആവശ്യമില്ല, പിന്നെ ഞാൻ ഇതിനിവിടെ തിരിഞ്ഞു കളിക്കുന്നത്. ആ സമയത്ത് അതിനെന്താ പറയാ? സെൽഫ് റെസ്പെക്ട്. സ്വയം നമ്മൾ ആദരിക്കണം. നമ്മളെ ആദരിക്കണം എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എവിടെയാണോ പ്രസക്തി ആ സ്ഥലത്ത് മാത്രമേ എനിക്ക് പ്രവർത്തനം വേണ്ടൂ. എന്നെ കൊണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പ്രവർത്തിക്കണ്ടൂ. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട ചോദിച്ചാൽ എന്തുണ്ടാവും? ഇറക്കി വിടും, അല്ലേ? അപ്പൊ നമുക്ക് ഈ ലോകത്തില് പലപ്പോഴും നമ്മുടെ മനസ്സ് കെടുത്തുന്നതും മനസ്സിൽ വല്ലാതെ ടെർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ആദരവിനോടുള്ള അത്യാസക്തിയാണ്. എന്നെ ആദരിക്കണ്ടോ, ഞാൻ പറയുന്നത് കേൾക്കണ്ടോ എന്നുള്ള പ്രശ്നം കൊണ്ടാണ്. ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാവുന്ന ബെസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോവാം. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ 100% നമ്മുടെ സാറ്റിസ്ഫൈഡ് മറ്റുള്ളവരില്ല ചെയ്തു പോവാ. അതിൽ ആദരവ് വന്നാൽ വന്നു, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്കെന്തായി? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരിക്കലും താഴെ പോകുന്നില്ലല്ലോ. മറ്റുള്ളവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്താലും റിജക്ട് ചെയ്താലും ഒരു പ്രശ്നമില്ല, ജീവിതം സഫലമായി, അല്ലേ? കാരണം സൊസൈറ്റി ഈ കോണ്ടെക്സ്റ്റിലല്ല ഞാൻ പറഞ്ഞത്, ഈ അമ്പലത്തിന്റെ കോണ്ടെക്സ്റ്റിലല്ല ഞാൻ ജനറലി പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾക്ക് പ്രസക്തി ഉണ്ടോ, ആദരിക്കുന്നുണ്ടോ, ഇതൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യും, നമ്മളെ കോംപ്രമൈസ് ചെയ്തിട്ട്. അങ്ങനെ വരുമ്പോൾ അവസാനം നമ്മൾ എവിടെയാണെന്ന് അറിയാൻ പറ്റാണ്ടാവും, കാലം എവിടെയാണ് നിൽക്കണമെന്ന് അറിയില്ല. എന്ത് സംഭവിക്കുക? അത് കഴിഞ്ഞാൽ
പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി ഒഫീഷ്യൽസ്, പോലീസ് പോലത്തെ ഒഫീഷ്യൽസ് വളരെ ഒരു പൊസിഷനിൽ കുറെ ഇരുന്നിട്ട് റിട്ടയർ ചെയ്തു. ആരും നോക്കണില്ല, കൈക്കൂലി കൊടുക്കണില്ല, ഒന്നുമില്ല. അപ്പൊ എന്തായി? സീറോ, വാക്യൂം. എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാല് ഈ ഒരു 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 പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുമ്പോൾ സൊസൈറ്റിക്ക് വാല്യൂ ഇല്ല. പിന്നെ നമ്മൾ സൊസൈറ്റിയും കൂടെ നമ്മൾ നോക്കണം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതേ സമയത്ത് ആദരവ് എക്സ്പെക്റ്റും ചെയ്യണ്ട. അപ്പൊ നമ്മുടെ ശക്തി എന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മളൊരു വ്യക്തിയല്ല, ഒരു ഫോഴ്സാണ്. പിന്നെ ഞാനിപ്പോൾ അവിടെ നമ്മുടെ ഇന്നലെ അമ്മാവന്റെ സ്കൂളിൽ കുണ്ടർകുന്നിലായിരുന്നു, മുത്തശ്ശനെ കുറിച്ച് പറയായിരുന്നു. മുത്തശ്ശനാണ് ആ സ്കൂളൊക്കെ ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരാളുടെ അടുത്ത് ഒന്നും മേടിച്ചിട്ടില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആദരവും നോക്കിയിട്ടില്ല, ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്തു, വിട്ടുപോയി. ഇപ്പൊ ആ സ്കൂളിൽ 2000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 300 ടീച്ചേഴ്സ് ഉണ്ട്. എത്ര പേര് അവിടുന്ന് ഊണ് കഴിക്കണു? ആ സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടും. ഭക്ഷണം വെച്ചാൽ അവിടുത്തെ കൊടുക്കുന്ന ഭക്ഷണമല്ല, ശമ്പളം. എത്ര പേര് അവിടുന്ന് ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദർ അതിന് എന്തെങ്കിലും കിട്ടണം വിചാരിച്ച് ചെയ്താൽ നടക്കും. അത് ഇത്രയും ആൾക്കാര് എത്രയോ ഇന്ന് ഒരു സ്ഥലത്ത് പോയില്ലേ നമ്മൾ, അവിടെ ആ വ്യക്തി അവിടെ പഠിച്ചതാ, അദ്ദേഹം അവിടെ പഠിച്ചിട്ട് അവിടെ വന്നാണ്. എത്രയോ പേര് അവിടുന്ന് പഠിച്ചു പോയി, പല പല ലെവലിലായി. ഇതൊക്കെയായി ഇങ്ങനെ കുറേ ചെടികൾ വന്ന് മരമായി മാറിയിരിക്കുന്നു അല്ലേ? നമ്മൾ ഇതിന്റെയൊക്കെ ബാക്കിൽ നോക്കിയിട്ടുണ്ട്. അത് തുടങ്ങി വെച്ച വ്യക്തി സീറോന്ന് തുടങ്ങിയതാണ്. ഒരു സാധനമില്ല അവിടെ, മുട്ടപ്പറമ്പ് ഒന്നുമില്ല, സീറോന്ന് തുടങ്ങി. ആ സ്ഥലത്ത് ഇപ്പോ ഒരു പ്രസക്തിക്കാളും കൂടുതൽ അതൊരു ഒരു അവിടുത്തെ ഒരു ഇന്നോവേറ്റബിൾ ഒരു കാര്യമായി. അതിന് ചുറ്റിപ്പറ്റി എത്രയോ ഫാമിലീസ് ജീവിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ അത് കിട്ടും, ആ പ്രതീക്ഷ കാര്യം കിട്ടും, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ കാലത്തിന് ശേഷവും നമ്മളെ ഓർമ്മിക്കപ്പെടും. അടുത്ത ജനറേഷനും അതിന്റെ അടുത്ത ജനറേഷനും അതിന്റെ അടുത്ത ജനറേഷനും നമ്മളെ ഓർമ്മിക്കും. അതിന് വേണ്ടത് എന്താണ്? ഒറ്റ ദൈവമുണ്ടോ? നിഷ്കാമ കർമ്മം, ചെയ്യുന്ന പ്രവൃത്തി സമർപ്പണം. അത് സമർപ്പിച്ച് ചെയ്യുക. നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടണം എന്നുള്ളതല്ല, നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കണമെന്ന് മാത്രം ആലോചിക്കുക, അത് ചെയ്യാം. ഞാനിപ്പോൾ ഈ സുനിൽ പറഞ്ഞ കോണ്ടെക്സ്റ്റിലല്ല ഇത് പറയണേ, ഞാൻ അതിന്റെ എക്സ്റ്റൻഷനാണ് പറയണത്, അടുത്ത ലെവലിലേക്കാണ് പറയണത്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമ്മളിവിടെ ബാബയുടെ അടുത്ത് വരുമ്പോൾ ബാബയുടെ അടുത്ത് നിന്ന് ഒന്നും വേണ്ട, നമ്മളെ തന്നെ കൊടുത്തിട്ട് പോവാം. അത് ബാബ പറഞ്ഞിട്ടുണ്ട് പണ്ട്. അതായത് നീ ഇവിടെ വരുമ്പോൾ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം ഇവിടെ ഇട്ടിട്ട് പൊക്കോ, ഞാൻ നോക്കിക്കോളാന്ന്. പക്ഷെ പിന്നെ ഈ കുരങ്ങൻ ചെടി നട്ട പോലെ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക വേര് മുളയ്ക്കുമെന്ന്. അത് നടക്കില്ല, ചെടി വളരില്ല, ചത്തുപോകും. അതായത് നമ്മൾ ബാബയ്ക്ക് സമർപ്പിക്കാൻ ഏറ്റവും നല്ല എന്താണ്? നിങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കുക. ഹനുമാൻജി ചെയ്തത് അതാണ്. ഹനുമാൻജി മനസ്സിനെ രാമനിൽ സമർപ്പിച്ചു, രാമന്റെ പാദങ്ങളിൽ വെച്ചു. എന്നിട്ട് എന്ത് കിട്ടി? അഷ്ടസിദ്ധി നവനിധിയും കിട്ടി. ഹനുമാൻജി ദൈവമായി അല്ലേ? ചിരഞ്ജീവിയായി, ചിരഞ്ജീവിയും കൂടിയായി. എന്താ കാരണം? അദ്ദേഹം സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിനെയാണ്. മനസ്സിന്റെ സ്വഭാവം എന്താണ്? കുരങ്ങന്റെ അല്ലേ? മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം. ഇങ്ങനത്തെ ഉള്ള ഒരു മൈൻഡിനെ ശ്രീരാമന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. അതോടുകൂടെ ശ്രീരാമൻ പ്രകടിപ്പിക്കാത്ത ശക്തി പോലും ഹനുമാൻ പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പൊ ലിമിറ്റ് ഇല്ല എന്നർത്ഥം, ലിമിറ്റ്ലെസ്. നമ്മുടെ സമർപ്പണത്തിന്റെ ശക്തി നമ്മളെ ലിമിറ്റ്ലെസ് ആക്കും. ഞാൻ പറയുന്ന ഈ പോയിന്റ് മനസ്സിലാവുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഭക്തിയുടെ ശക്തി സമർപ്പണമാണ്. ഭക്തിക്ക് ശക്തി വേണമെങ്കിൽ സമർപ്പണമാണ്. അതിൽ എനിക്ക് ഞാൻ എന്നുള്ള വ്യക്തി വന്ന മനസ്സ് വന്നു, മൈൻഡായി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തമ്മിലുള്ള കണക്ഷന്റെ ശക്തിയും അറിയാൻ പറ്റും. ഒരിക്കൽ സമർപ്പിച്ച അവിടെ തന്നെ വേണം. അല്ലാണ്ട് രാവിലെ എന്നിട്ട് ഇയാൾ ശരിയല്ല വേറെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ ദൈവം ശരിയല്ല വേറെ അമ്പലത്തില്, ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ എവിടെയും സമർപ്പിക്കുന്നില്ല. ഒന്ന് ഈ ബാണ്ടക്കെട്ടും പേര് ഇങ്ങനെ നടക്കുകയാണ് ജീവിതം മുഴുവൻ. എന്നിട്ട് പറയും ഒരു കാര്യമില്ല, ഇതൊക്കെ തല്ലിപ്പൊളി ഗുരുക്കന്മാർ അല്ലെങ്കിൽ തല്ലിപ്പൊളി ദൈവങ്ങൾ, ഇവരൊന്നും എനിക്കൊന്നും ചെയ്തിട്ടില്ല പറയും. കാരണം ഇയാൾ എവിടെയെങ്കിലും സ്ഥലത്ത് ഇരിക്കുന്നില്ലല്ലോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഈ പലപ്പോഴും ഈ ഇന്റർനെറ്റ് ഏജാണ്, ഒരുപാട് ഇൻഫർമേഷൻ വരും. ഒരുപാട് ഇൻഫർമേഷൻ ഒരു കാര്യമില്ലാത്ത ഇൻഫർമേഷനാണ്. എസ്പെഷ്യലി തേജോവധം ചെയ്യും ആൾക്കാരെ, ക്യാരക്ടർ അസാസിനേഷൻ, അത് ഇഷ്ടമാതിരി കാണാം. അതിലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിയും പോവും, ശക്തിയും പോവും, സഹതാനം പോവും. പിന്നെ നമുക്ക് ആകെ ഇല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു മിഥ്യാധാരണ, മായ കാര്യങ്ങൾ.
കാരണം നമുക്ക് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ഇത് ഈ നിങ്ങളും ഭാവിയായിട്ടുള്ള കണക്ഷൻ അതിന്റെ ഇടയിൽ ഒരു പൂജാരി ഇല്ല, ഡയറക്റ്റാണ്, നേരിട്ടാണ്. ഈ മെഷീൻ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ സംസാരിക്കുന്ന മൈക്രോഫോൺ, ഇതും ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള കണക്ഷന്റെ ഇടയ്ക്ക് ഈ വയറുണ്ട്, ആ വയറിൽ കൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കണക്ഷൻ നേരിട്ടാണ്. ആ നേരിട്ട് വരുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത്. ഈ ലൈറ്റും ഇലക്ട്രിസിറ്റി ആയിട്ടുള്ള കണക്ഷൻ പോലെയാണ് നമ്മളും ഭാവിയായിട്ടുള്ള കണക്ഷൻ, ഡയറക്റ്റാണ്. ആ ഡയറക്റ്റ് കണക്ഷൻ വരുന്നതുകൊണ്ടാണ് അതിന്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് നമ്മളെപ്പോഴും ആലോചിക്കണം. അപ്പൊ അതിന് ഒരു കാര്യം അത്യാവശ്യമുണ്ട്, കൺസിസ്റ്റൻസി. ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം. ഇന്ന് നാളെ ഒക്കെ ഒരേ സ്ഥലത്ത് ഉറച്ചു നിൽക്കണം. അതിൽ നമുക്ക് എന്ത് ഇപ്പൊ കിട്ടുന്നു എന്നല്ല നോക്കണ്ടേ, നമ്മൾ എന്ത് കൊടുക്കുന്നു നോക്കുക, എത്ര കൊടുക്കുന്നു നോക്കുക. നമ്മൾ മനസ്സ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹനുമാന്റെ പോലെയാവും. 100% സമർപ്പിച്ചാൽ അഷ്ടസിദ്ധി നവനിധിയൊക്കെ വരും. സമർപ്പിച്ചില്ലെങ്കിലോ കംപ്ലൈൻസ് മാത്രമായിട്ട് നിൽക്കും. നമ്മളുടെ ഇന്ത്യയിൽ പല സമാധി സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പുട്ടാപർത്തിയിൽ സത്യസാഹിബ് അവിടെയുണ്ട്, ഷിർഡിയിൽ നമ്മുടെ ഷിർഡി സാഹിബ് അവിടെയുണ്ട്. ഈ സമാധി സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകമായി ആചരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ സമാധി സ്ഥലങ്ങളൊക്കെ അവതാരങ്ങളുടെയോ അല്ലെങ്കിൽ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ്, അതായത് ഷിർദി ബാബ പോലത്തെ ആയിട്ടുള്ള മാസ്റ്റേഴ്സിന്റെ ലൊക്കേഷൻസ് ആണ്. ആളന്തിയില് ജ്ഞാനേശ്വർ ഉണ്ട്, ശബരിമലയില് അയ്യപ്പസ്വാമി, ഷിർദി സായിബാബ, ഒരുപാട് സമാധികൾ. ഈ എല്ലാ പവർഫുൾ ആയിട്ടുള്ള അമ്പലങ്ങളും സമാധികളാണ്. ഒരുവിധം 90% ഭാരതത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സ്ഥലങ്ങളൊക്കെ സമാധികളുണ്ട്. ഈവൻ തിരുപ്പതി, വൈഷ്ണോദേവി, ഇവിടെയൊക്കെ സമാധികളുണ്ട്. ഈ സമാധികള് ഒരു എറ്റേണലി ഫ്ലോയിങ് വോൾക്കാനോ പോലെയാണ്. അതായത് എപ്പോഴും ലൈവായിട്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. കാരണം ഒരു വ്യക്തി ഓരോ സമാധി സ്റ്റേറ്റ്സിൽ കൂടെ പോയിട്ട് നിർബീജ സമാധി ലെവലിലേക്ക് എത്തുകയാണ്, ഒരു ബീജം പോലും ഇല്ലാതെ. പക്ഷെ ആ സമയത്ത് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ശരീരം അത് ഒരു പവർ ഹൗസായി മാറും. ഒരു വ്യക്തി പല ലെയേഴ്സ് ആൻഡ് ലെവൽസ് ഓഫ് സമാധി കൂടെ പോയിട്ട് ലയനം പൂർണ്ണമാക്കി. ലയനം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി, അതായത് ദിവിസൂര്യ സഹസ്രസ്യ എന്ന് പറയുന്നില്ല, നമ്മുടെ വലിയ ബ്രൈറ്റ്നസ്. ഈ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ സമുദ്രം പോലത്തെ വെളിച്ചം, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കാണാൻ പോലും പറ്റില്ല, നമുക്കത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ അത്രയും വലിയ ആ ഒരു തേജസ്സായിട്ട് മാറുകയാണ്. ആ തേജസ്സായി മാറുമ്പോൾ നമ്മൾ അതുവരെ യൂസ് ചെയ്തിട്ടുള്ള ശരീരം ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. അത് അവിടെ നിന്നാണല്ലോ ഉത്ഭവം. ഒരു നദി ഉത്ഭവിക്കുന്നതിന് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് പിന്നെ അത് വലുതായിട്ടാണല്ലോ എത്തുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തിയും ഒരു സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് അദ്ദേഹം ഒരു സമുദ്രമായി മാറി. ആ സമുദ്രമായി മാറി സമുദ്രത്തിന്റെ ആ ഉറവിടമുണ്ടല്ലോ, അത് വളരെ ശക്തമായിരിക്കും. അതിന് ഡ്യൂറേഷൻ ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? അതായി മാറണം. അതായി മാറുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മളല്ലാണ്ടാവണം. ഏറ്റവും നല്ല കാര്യം ബാബയോട് പോയി ചോദിക്കാൻ പറ്റുന്ന എന്താണ്? ലെറ്റ് മീ ബി യു. അങ്ങ് എന്താണോ അത് എൻ്റെ ഉള്ളിലും കൂടെ വ്യാപിപ്പിച്ചാലും. ഇതാണ് ഏറ്റവും നല്ല പ്രയർ. അങ്ങ് എന്തോ ആവട്ടെ, അതെനിക്കറിയില്ല, അല്ലേ? അത് ദാസ്ഗഡു മഹാരാജ് പാടിയിട്ടുള്ള ഇതിലില്ലേ, എന്താണ്? പ്രഭു ദിഖ്ലാന. എനിക്കറിയില്ല ദൈവം എന്താന്ന്. ആ ദൈവത്തിനെ ഒന്ന് കാണിച്ചു തരൂ, അനുഭൂതി തരൂ, അനുഭവം തരൂ. ഇതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നമ്മള് ചെറിയ കാര്യങ്ങളിൽ എനിക്കൊരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് എഡ്യൂക്കേഷൻ വേണം, കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് അങ്ങനെ പറയാനും ചോദിക്കാനും. അത് തീർന്നിട്ട് നമുക്ക് വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. ഒക്കെ നമ്മുടെ സങ്കുചിതമായിട്ടുള്ള കർമ്മത്തിന്റെ ബൗണ്ടറിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാം വരുന്നത്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് വരുന്നത്. അതൊക്കെ വിട്ടിട്ട് ഇതൊക്കെ ഞാൻ കുറേയായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൂടെ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, അത്യാഗ്രഹങ്ങളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മേലെ അങ്ങുമുണ്ട്. ഞാനപ്പോൾ കുറച്ചു നേരം അങ്ങാവട്ടെ. ലെറ്റ് മീ ബി യു ഫോർ സം ടൈം. ഈ അനുഭൂതി എനിക്ക് തരൂ. അത് വെറുതെ ഒരു പ്രാവശ്യം ചോദിച്ചാൽ കിട്ടില്ല. അതിനെന്ത് വേണം? എലിജിബിലിറ്റി വേണം. അതിന് നമുക്ക് കിട്ടാനുള്ള
അർഹത വേണം. അർഹത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളല്ലാണ്ട് ആവണം. നമ്മളായിട്ട് തന്നെ ബാബയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ബാബ അനുഗ്രഹിക്കും. നീയായിട്ടിരിക്കും, നല്ല ഭംഗിയുണ്ടെന്ന് പറയും, അല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളല്ലാണ്ടാവണമെങ്കിൽ നമ്മൾ മുഴുവൻ സമർപ്പിക്കണം, 100%. എന്നിട്ട് പറയാം എം ടി ആയിരിക്കണം. എം ടി ആവുമ്പോൾ എന്താ അറിയോ? അൺലിമിറ്റഡ് ആയിട്ട് തരാൻ പറ്റും. നമ്മളൊരു കപ്പ് കൊണ്ടുപോയി കപ്പിലേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി സ്ഥലം നമുക്കില്ല. പക്ഷെ നമ്മൾ കപ്പ് മുഴുവൻ എം ടി ആണ്. അതൊരു ബാത്ടബ് വരെ കൊണ്ടുപോയാലും കുഴപ്പമില്ല, അതിനകത്തൊക്കെ ഫില്ല് ചെയ്യും. മനസ്സിലായോ? ഒരിക്കലും ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ശിവത്വം അല്ലെങ്കിൽ ദത്താത്രേയ മഹർഷി വളരെ വിഷമം കണക്ട് ചെയ്യാൻ. നമ്മൾ ഈ പടമൊക്കെ കെട്ടുന്നു, അല്ലെങ്കിൽ ഈ രൂപം കണ്ടിട്ടൊന്നും അളക്കരുത് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ വളരെ വിഷമമാണ്. ശ്രുതി ഭാവയ്ക്ക് വളരെ സ്നേഹമുള്ള ആൾ, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ദത്താത്രേയ മഹർഷി എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ നേച്ചറിൽ നോക്കൂ, ഈ കാണുന്നൊക്കെ ഞാനാണ്, എന്നെ കണ്ടുപിടിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളെ എവിടേക്ക് നോക്കി എന്ത് കണ്ടുപിടിക്കാൻ? അങ്ങനെ നോക്കുമ്പോൾ ആ തെങ്ങുണ്ട്, മാവുണ്ട്, ഇതൊക്കെ കാണുള്ളൂ. അപ്പൊ ദത്താത്രേയ മഹർഷിയുടെ അത് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് ഈ ദത്താത്രേയ മഹർഷിയുടെ ധ്യാനം വളരെ വിഷമം. നോക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷെ ആ ധ്യാനത്തിന് വളരെ വിഷമമുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എന്താ കാരണം? എറ്റേണൽ എസൻസ് ആയിട്ടാണ് പറയുന്നത്. എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മൾ എന്ത് പ്രചോദിപ്പിക്കുന്നു അതായിട്ട് കാണാനാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ കാണാൻ പറ്റും? എന്നെ കാണാൻ ഒരു വിഷമമില്ല പറഞ്ഞു. എവിടെ? ഈ ചുറ്റുപാട് നോക്കുക, അതൊക്കെ ഞാൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ചുറ്റുപാട് നോക്കി ഒരു വസ്തു കാണാനില്ലേ? കുറച്ച് മരവും ചെടിയും കാണാണ്ട്, പട്ടിയും പൂച്ചയൊക്കെ കാണാണ്ട്, ഇതൊക്കെയല്ലേ കാണുള്ളൂ. അവിടെ ദത്താത്രേയ ഭഗവാനെ കാണാൻ പറ്റിയോ? എല്ലാ മഹർഷിമാരെയും കാണാൻ പറ്റും. എല്ലാ സ്റ്റേറ്റും, ഓരോ മഹർഷിമാരും അല്ലെങ്കിൽ ഓരോ അവതാരങ്ങളും ഓരോ അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്, അവരുടെ റെപ്രസെന്റേഷനാണ്, അല്ലെ? നമ്മളൊക്കെ ഓരോ അവസ്ഥകളുടെ റെപ്രസെന്റേഷനാണ്. ഈ അവസ്ഥയാണ് നമ്മുടെ എസൻസ്. നമ്മുടെ പ്രസക്തി എന്തെന്നാണ്? നമ്മുടെ അവസ്ഥയാണ്. ഈ അവസ്ഥ മുഖം കണ്ടറിയാൻ പറ്റില്ലല്ലോ, അല്ലെ? വലിയ അവധൂതരെ കണ്ടു കഴിഞ്ഞാൽ 5 വയസ്സിൽ കൊള്ളാത്ത പോലെ ഉണ്ടാവും, അല്ലെ? വലിയ മഹർഷിമാര്. അപ്പൊ വിട്ടൽ ബാബാജിക്ക് എത്ര സിമ്പിളായിട്ട് വിട്ടൽ ബാബാജി എത്ര സിമ്പിളായിട്ട്. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂല്ലേ? കുഴപ്പമില്ല. നമുക്ക് അറിയാൻ പറ്റുന്നില്ല അവരുടെ അവസ്ഥ എന്താണ്. ഒരു ഗുരുവിന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് അവരുടെ അവസ്ഥ. ഏത് അവസ്ഥയിലാണോ ആ ഗുരു ഇരിക്കുന്നത്, ആ അവസ്ഥയാണ് ഏറ്റവും നല്ല ചോദിക്കാൻ. അതല്ലാതെ കുട്ടിയുടെ എഡ്യൂക്കേഷനോ കാറിന്റെ പാർക്കിംഗ് അതൊന്നുമല്ല. പക്ഷെ നമ്മൾ അവിടേക്ക് നിൽക്കുകയാണ്. എൻ്റെ നെയ്ബർ മാരുതി മേടിച്ച് എനിക്കൊരു മെർസിഡീസ് വേണം, ഇതാണ് പോയി ചോദിക്കേണ്ടത് ബാബയോട്. ബാബ പറയും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവട്ടെ, ചിലപ്പോൾ ഈ ജന്മത്തിൽ കിട്ടില്ല, അതിനായിട്ട് ജന്മം കൊടുക്കും. ഇനി ഏത് മെർസിഡീസ് മേടിക്കാം, പിന്നെ അത് കഴുകിക്കൊണ്ട് അവിടെ നിൽക്കും. ഇതൊക്കെ നമ്മൾ എത്രയോ ലൈഫുകൾ പോയിട്ടുള്ളതല്ലേ ഇതൊക്കെ. ഈ റുട്ടീൻ ആയിട്ടുള്ള നമ്മുടെ ഓണർഷിപ്പും റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ എത്ര ജീവിതം കഴിഞ്ഞു ഓൾറെഡി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ ജന്മം നോക്കി ഇത് തന്നെയായിരിക്കും കാണുക. ഇപ്പൊ പക്ഷേ ഈ റിഗ്രഷൻ തെറാപ്പിയിലൊക്കെ അത് കാണുന്നുണ്ട്, ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അടുത്ത ജന്മം എടുത്താലും വലിയ വ്യത്യാസമില്ല. സമയം മാറി, സന്ദർഭം മാറി, ചിലപ്പോൾ ജെൻഡർ മാറും, പക്ഷേ സെയിം കാര്യം തന്നെ. നമ്മൾ ഇന്നലെ ചെയ്ത് തന്നെ ഇന്നും ചെയ്യണേ. അപ്പോ ഒരു സന്യാസി, ഒരു മഹർഷി അല്ലെങ്കിൽ ഒരു അവതാരത്തിനെ കാണുമ്പോൾ ചോദിക്കാവുന്നത് അവസ്ഥയാണ്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എം ടി ആയി പോകണം. 100% എം ടി. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്ത് തന്നാലും എനിക്ക് വിരോധമില്ല. നല്ലത് തന്നാലും മോശം തന്നാലും, അല്ലെ? ഇപ്പൊ ഫുഡ് കിട്ടിയാലും ഇല്ലെങ്കിലും വിരോധമില്ല. ആ ലെവലിലുള്ള സമർപ്പണത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അവസ്ഥ തന്നെ ചിലപ്പോൾ കിട്ടും നമുക്ക്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എപ്പോഴും ഇപ്പൊ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി നിൽക്കുകയാണെങ്കിലും നമുക്ക് ചോദിക്കാവുന്ന ഇതേ ഉള്ളൂ, ഭഗവാനെ അങ്ങേ എനിക്ക് അനുഭവത്തിൽ അറിയട്ടെ, അനുഭൂതിയായിട്ട് അറിയട്ടെ. അനുഭൂതി അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല. പിന്നെ നമ്മൾ പഴയതിലേക്ക് പോവില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ആ ലെവലിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഒരിക്കൽ അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല നമുക്ക്. കാരണം ഓൾറെഡി നമ്മുടെ ഷേപ്പ് മാറി, എക്സ്പാൻഡഡ് ആയി, മനസ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി, മനസ്സിന്റെ ലെവൽ മാറി. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പഴയ മനസ്സിലേക്ക്, ഈ ചെറിയ സങ്കുചിതമായിട്ടുള്ള മനസ്സിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഡിപ്പെൻഡൻസിയും കുറയും. അതായി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി. ഉള്ളിൽ നമ്മൾ നോക്കുന്നതും പുറത്ത് നോക്കുന്നതും നമ്മൾ ഒന്നെ. ചിന്തകൾ പോവും, ചിത്തം ശുദ്ധീകരിക്കപ്പെടും. അതേപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളുടെ മുകളിൽ ആസക്തിയും കുറയും. അപ്പൊ പിന്നെന്തായി? ഫ്രീ ആയി, അല്ലേ? മരണം പോലും നമ്മുടെ കൺട്രോളിലായി.
എല്ലാം ചെയ്തു കഴിഞ്ഞു, പോവാറായി എന്ന് പറഞ്ഞാൽ പോവാം, ഒരു കുഴപ്പമില്ല. താങ്ക് യു. എനിക്ക് ചോദിക്കേണ്ട, ഞാൻ ഈയിടെ പേപ്പറിൽ വായിക്കുകയുണ്ടായി, 100 അമ്പലങ്ങളിൽ പോണതിന്റെ ഈക്വലാണ് ഒരു ഗുരുസമാധി തൊഴുന്നത്. അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്? അതിപ്പോ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തു. അത് കറക്റ്റാണ്. കാരണം എല്ലാം പ്രാണപ്രതിഷ്ഠകളാണ്. അമ്പലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാണപ്രതിഷ്ഠയാണ്. ഒരു ഗുരു സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗുരുവിന്റെ ഒരു ശക്തിയുടെ ഇതാണ്. അത് പ്രാണപ്രതിഷ്ഠയൊന്നുമല്ല, അതായത് വല്ലവരും കൊണ്ട് പ്രതിഷ്ഠിച്ചതല്ല. അതിൽ ഗുരുസമാധിയുടെ മുകളിൽ ശിവലിംഗം കാണാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപങ്ങളൊക്കെ കാണാം, അതൊന്നും നോക്കണ്ട. പക്ഷെ എന്താണ് ആ സ്ഥലത്തിന്റെ പ്രസക്തി? നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ വന്നേ അങ്ങനെയല്ല തിരിച്ചു പോവുക. അതിനെന്ത് വേണം വെച്ചാൽ അവിടെ പോയിട്ട് മനസ്സ് ബിസിയാക്കി വെക്കുകയല്ല വേണ്ടത്, മനസ്സ് എംറ്റി ആക്കി വെക്കുക വേണ്ടത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ബിസി ആവണേലും നല്ലത് ഞാൻ ഇത്രയും നാമം ജപിച്ചോ, ഇത്രയും വെച്ചോ, അത് ഫീൽ ചെയ്യുക. ഈ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഫീലിംഗ് മാത്രമേ വേണ്ടൂ. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഫീൽ ചെയ്യാണ്. ആ ശക്തി, അദ്ദേഹത്തിന്റെ പ്രസൻസ് അത് ഫീൽ ചെയ്യണം. അതൊരു വ്യക്തിയല്ല, ആ വ്യക്തി ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. ഈ വ്യക്തി ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഗുരുവായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നോക്കണം, ഒരു വ്യക്തി കുറേ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം അദ്ദേഹം ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു, ഒരു ഫിനോമിനൻ ആയിക്കഴിഞ്ഞു. ആ ഫിനോമിനൻ ആവുമ്പോഴാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും കാണാൻ പറ്റുന്നതും എന്തെങ്കിലും കിട്ടുന്നതും. ആ വ്യക്തി ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം മാത്രമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ 1-2 പേരിൽ ഇന്ററാക്ഷനേ പറ്റുള്ളൂ. 100, 1000 എന്നുള്ള ലെവലിൽ വരുമ്പോഴേക്കും ആ വ്യക്തിക്ക് ഒരു വ്യക്തിത്വത്തിനല്ല പ്രസക്തി, പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. പിന്നെ ആ വ്യക്തി ജീവിച്ചു പോവുകയാണെങ്കിലും ഈ പ്രതിഭാസം അവിടെ നിൽക്കും, അല്ലെ? അത് എത്രയോ പ്രാണപ്രതിഷ്ഠയുടെ തുല്യമാണ്. 100 1000 അമ്പലത്തിൽ പോയതിനും തുല്യമാണ് ആ സ്ഥലത്ത് കുറച്ചു നേരം പോയി ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ചിന്തകളുടെ സ്ട്രക്ചർ മാറും. ചിന്തിക്കുന്ന ഒരു സ്ട്രക്ചർ, നമ്മൾ ചിന്തിക്കുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെന്തിന്റെ അടിസ്ഥാനമാണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? കർമ്മമാണ്, ആഗ്രഹങ്ങളാണ്, അല്ലെ? അത് മാറിയിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പൊ പിന്നെ എന്താ ചിന്ത വേണ്ടത്? ലെറ്റ് മീ ബി യു. ആദ്യം പറഞ്ഞ പോലെ എനിക്ക് അങ്ങ് എന്താണോ അത് അനുഭവത്തിൽ വരട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം മാറിയില്ല, ബാക്കി ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അതിപ്പോൾ ഒരു അമ്മയെ പറ്റി ഞാൻ പറയാറുണ്ട്, എനിക്ക് സുനിലിന് കണ്ടിട്ടുണ്ടോ, ഇവിടെ വന്നിട്ടുണ്ടോ. ആ അമ്മ 28 വർഷം ചിത്രമൂലയിൽ തപസ് ചെയ്തു. മേത്തുകൂടെ പാമ്പൊക്കെ പോകും. 28 വയസ്സുള്ള സമയം 21 കൊല്ലം തപസ് ചെയ്തു. മേത്തൂടെ പാമ്പൊക്കെ പോവും, അവര് അവിടെ കിടക്കും ഒറ്റയ്ക്ക്. 28 വയസ്സിൽ പോയി നിൽക്കുന്നതാ. അപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ചോദിച്ചു, അമ്മ എങ്ങനെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ധൈര്യം വന്നു? കാരണം ഒരാളില്ല അവിടെ. 28 വയസ്സേ ഉള്ളൂ, കാടാണ്, അവിടെ എത്താനും ബുദ്ധിമുട്ടാണ്. ചിത്രമൂലയിലെ ഇവിടെ കുടജാദ്രി. അപ്പൊ അമ്മ പറഞ്ഞു, അത് മോനെ, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ദൈവത്തിന് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഒരു 10 ഡിഫറെന്റ് കാര്യങ്ങൾ ചോദിക്കുന്നില്ല. ഗിവ് മീ ഗോഡ്, ദൈവത്തിന് തരൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ അവസ്ഥ തരൂ എന്നുള്ളതാണ്. ദൈവത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അനുഭവത്തിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു രീതിയുണ്ട്. എങ്ങനെ? ചിന്തകൾ നശിച്ചുപോയി, മനസ്സ് നിശ്ചലമായി, അതേപോലെ നമുക്ക് ആഗ്രഹങ്ങളും മറ്റുള്ളതൊക്കെ മാറി എല്ലാവരെയും ഒന്നായി കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ അവസ്ഥകളാണ്. അങ്ങനെ പല പല പീസസ് കൂട്ടിച്ചേർക്കുമ്പോഴാണ് പെർമനന്റ് ആയിട്ട് ദൈവത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മറ്റല്ലെങ്കിൽ എന്താ നോക്കണേ? അയാളുടെ പോക്കറ്റിലിരിക്കുന്ന സാധനം എങ്ങനെ എന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാം, ഇതല്ലേ നോക്കണേ ലോകം മുഴുവൻ നോക്കുന്ന എന്താണ്? മറ്റുള്ളൊരു സാധനം കൂടെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന. അത് മാറിയിട്ട് എനിക്ക് ഒരാളുടെ ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട, അവരവരുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യട്ടെ. അതെങ്ങനെ അവർക്ക് വന്നു ചേർന്നു? അർഹത വന്നുകൊണ്ട്. എന്താണ് അർഹത? ആ അർഹത അവർ നേടി, എത്രയോ ജന്മങ്ങൾ കൂടെ നേടിയതല്ലേ ഈ അർഹത. ഒരു ജന്മത്തിൽ കിട്ടുന്നല്ല ഒരിക്കലും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ, ഇത്രയും ആൾക്കാർ, ഈ കണക്ഷൻ നമ്മൾ ഈ ജന്മത്തിൽ ക്രിയേറ്റ് ചെയ്തതല്ല, ഈ ജന്മത്തിലാണ് അത് അനുഭവിക്കുന്നത് പോലും. ഈ ജന്മത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന കണക്ഷൻ അല്ല ഇത്, ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഈ ലെവലിൽ നമ്മൾ ആ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ലെവലിൽ ഒരു സംതൃപ്തി വരുമല്ലോ. നമ്മൾ ഓക്കെ, ഇന്ന മാതിരി ഇന്ററാക്ഷൻ്റെ അതിന്റെ മേലെയാണ് ഈ കാര്യം. അതായത് എനിക്ക് എല്ലാ കണക്ഷനും ഒരേപോലെ. രമണ മഹർഷിയുടെ അമ്മ രമണ മഹർഷിയുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു എന്നോട് എന്തെങ്കിലും പറയാണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം നോക്കി മുഖത്തേക്ക് ഇങ്ങനെ കുറച്ചു നേരം, അറിയാത്ത പോലെ ഇതാരാണോ വിചാരിച്ചിട്ട്.
എന്നിട്ട് അദ്ദേഹം അപ്പൊ അമ്മയ്ക്ക് തോന്നി ഇയാൾ മൗനത്തിലേട്ടായിരിക്കും, ചിലപ്പോൾ ഒന്നും മിണ്ടണില്ലല്ലോ. അപ്പോൾ അമ്മ ഒരു സ്ലേറ്റും ഒരു പെൻസിലും കൊടുത്തു. അപ്പോൾ അയാളെ സ്ലേറ്റിലും പെൻസിലും കുറേ നേരം നോക്കിയിരുന്നു. അതിലൂടെ ഒരു കണക്ഷൻ വരുന്നില്ല. അവസാനം അതിലൊരു 3-4 വര വരച്ചിട്ട് തിരിച്ചു കൊടുത്തു. ഏത് ഒന്നിനോടും ഒരു കണക്ഷൻ ഇല്ലാണ്ടായി. അതായത് എല്ലാം നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളും എല്ലാം അതൊക്കെ നടക്കുന്നു അതിൻ്റെ പോലെ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് എൻ്റെ എന്ന് പറയുമ്പോഴാണ് കണക്ഷൻ വരുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ധർമ്മം പരിപാലിക്കണം, അല്ലെങ്കിലോ അത് ഋണമായി മാറും. ഡെറ്റ് DEBT, ഋണം, അത് പാടില്ല. അത് ഋഷിയാണെങ്കിലും ശരി, ഒരു കർമ്മത്തിൽ ജീവിക്കുന്ന കർമ്മത്തിന്റെ അതിൽ ആളാണെങ്കിൽ ശരി, ഡെപ്റ്റ് പാടില്ല. ഡെറ്റ് വന്ന എന്താ കുഴപ്പം? ചിലപ്പോൾ അതിനായിട്ട് ഇനി ജന്മം എടുക്കേണ്ടി വരും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകണം, അത്രയേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ ഓവർ അറ്റാച്ച്മെന്റോ അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതെന്തായി? അത് ഏറ്റവും കൂടുതൽ കളങ്കപ്പെടും. മനസ്സിലായി? നമ്മൾ ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യട്ടെ, അവർ നേടിയതല്ലേ ഇതൊക്കെ. അങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിന് ശാന്തി സമാധാനമാണ്. അത് തന്നെയാണല്ലോ ഇപ്പം നമ്മൾ ഇപ്പം ഈ മഹാക്ഷേത്രങ്ങൾ, ഇപ്പം ശ്രീരാമ പ്രതിഷ്ഠ വരുന്നു അല്ലേ? എന്താണ് ഇതിൻ്റെ പ്രസക്തി? ഭാരതത്തിന് ഒരു ആങ്കറിംഗ് ആണ് പ്രസക്തി. ആ ആങ്കറിംഗ് എന്നുള്ളൊരു ഇതാണ്. അതെന്തുകൊണ്ട്? ശ്രീരാമൻ ധർമ്മത്തിന്റെ അധിപതി, ധർമ്മം പരിപാലിക്കാൻ വേണ്ടി ധർമ്മത്തിന് മാത്രം അധിഷ്ഠിതമായിട്ടുള്ള അധിപതി. അതിൽ ഒരു കോംപ്രമൈസും അദ്ദേഹം ചെയ്തിട്ടില്ല. എത്രയോ ബുദ്ധിമുട്ടുകൾ കൂടെ പോയി, ഒരു കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കലും ശ്രീരാമന്റെ അടുത്ത് കേൾക്കില്ല അല്ലേ? ധർമ്മത്തിൽ മാത്രം ചരിച്ച് അങ്ങനെ പോയി. അപ്പോൾ ഇപ്പൊ നമ്മൾ ലോകത്തിന് ആവശ്യം എന്താണ്? റീ എസ്റ്റാബ്ലിഷിംഗ് ധർമ്മം. രണ്ടാമത് ധർമ്മം തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ? അയാളുടെ പോക്കറ്റിലുള്ളത് എന്റെ പോക്കറ്റിലേക്ക് വരണം എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് അധർമ്മത്തിന് കൊണ്ടാണ് ഇത്രയും യുദ്ധങ്ങൾ ലോകത്ത്, ഇത്രയും ഡിസ്പ്ലേസ്മെന്റ്. എത്ര പേരെ മരിക്കുന്നത്, എത്ര കുട്ടികൾ മരിച്ചു പടുത്ത് നോക്കിയിട്ടുണ്ടോ? 28,000 30,000 ഒക്കെയാണ് ഒഫീഷ്യൽ കണക്ക്. ഇതൊന്നുമല്ല, ഇത് ഒരു 2 ലക്ഷം കഴിയുമ്പോഴാണ് 28,000 എന്ന് പറയുന്നത്. എത്രയോ പേര് മരണപ്പെട്ടു അല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അതെവിടെയോ കിടക്കണോ, എന്താ പോണോ, കുഴപ്പമില്ല. ഈ അമേരിക്കയിൽ ഈ മെമ്മോറിയൽ ഉണ്ട്, ഹോളോകാസ്റ്റ് മെമ്മോറിയൽ, വാഷിങ്ടണിൽ. ഹോളോകാസ്റ്റ് മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറിയൽ ഉണ്ട്. ഈ മെമ്മോറിയലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേര് പോയിട്ടുണ്ട് അവിടെ? സുനിൽ പോയിണ്ടാവും അല്ലെ? എന്താ എഴുതി വെച്ചിട്ടുള്ളത് അവിടെ? ഇനി മേലാല് ഇതേപോലത്തെ ഒരു യുദ്ധവും ഒരു അവസ്ഥയും ലോകത്ത് വരരുതെന്ന് അല്ലെ? അത് എപ്പോഴാണ് എഴുതി വെച്ചത്? 40കളുടെ 1940s. 1945 യുദ്ധം തീർന്നത്. 1940s എഴുതി വെച്ചതാ. അത് കഴിഞ്ഞ് ഇപ്പോഴെന്താ ബോംബിടുന്ന ആൾക്കാർ? ഒരു മനുഷ്യൻ ഒരു സാധനവും പഠിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ അത്യാഗ്രഹവും നമ്മുടെ ഈ സ്നേഹമില്ലായ്മയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ള ആസക്തിയും ഇത് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോണേ. അതുകൊണ്ട് ഒരു രാമക്ഷേത്രത്തിന് പ്രസക്തി ഉണ്ട് ഇവിടെ. ഈ രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാമന്റെ ക്ഷേത്രം എന്ന് കൂട്ടണ്ട, ഇത് ഒരു രാജ്യം എന്ന് കൂട്ടിയാൽ മതി. അതായത് എല്ലാ കാര്യങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കണം. എല്ലാവരും ഒരുപോലെ ഉറങ്ങണം, എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റണം. ഒരു ലാർജർ ലെവൽ ഓഫ് സോഷ്യലിസം എന്ന് ആലോചിച്ചോക്കോ. അത് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അത് ബിൽഡപ്പ് ചെയ്യാൻ എളുപ്പമൊന്നുമല്ലത്. കാരണം ഇതിൽ 8 ബില്യൺ ആൾക്കാർ ലോകത്തുള്ളത്. 8 ബില്യൺ ലെവൽ ഓഫ് ഡിസയേഴ്സ് ആണ്, ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും മറ്റുള്ള പല ഒക്കെയാണ്. ഇതിന് ഒരു ലെവലിൽ ഞാൻ നേരത്തെ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ഈ ഹാവ്സും ഹാവ് നോട്ട്സും ഉണ്ടായിരുന്ന സമയത്ത് കാർൽ മാർക്സ് പറഞ്ഞല്ലോ, ഉള്ളവനും ഇല്ലാത്തവനും, ഉണ്ടായിട്ടും വേണ്ടാത്തവനും ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഈ വലിയ മഹർഷിമാർക്കൊക്കെ എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം, അവർക്ക് അത്രയും ശക്തിയുണ്ട്, എന്ത് ക്രിയേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ അവർക്ക് ഉണ്ടായിട്ടും വേണ്ടാത്തവരായിരുന്നു. ആ അവസ്ഥയിൽ വരണം. എനിക്ക് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്കും കൂടെ എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാവൂ. എൻ്റെ അടുത്ത് സമയമുണ്ട് ഒരുപാട്, എന്നാൽ പിന്നെ ഞാൻ സമയം ഷെയർ ചെയ്യാം. നിങ്ങളുടെ അടുത്ത് പൈസയുണ്ട് ഒരുപാട്, എന്നാൽ പിന്നെ അത് ഞാൻ ഷെയർ ചെയ്യാം. എന്താണോ നമ്മുടെ അടുത്ത് ദൈവാനുഗ്രഹമായി കിട്ടിയിട്ടുള്ള കാര്യം ഏറ്റവും കൂടുതൽ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ സാധിക്കുക. അപ്പം തന്നെ എന്തായി? നമ്മുടെ മനസ്സ് എക്സ്പാൻഡായി. ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ ഇതെന്താ വെച്ചാൽ അത് ഇവിടെ നടക്കൂ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഭീതി ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു എൻ്റെ മതമാണ് നല്ലത്, നിങ്ങളുടെ മതം ശരിയല്ല, അല്ലെങ്കിൽ ഞാനാണ് ബെറ്റർ, നിങ്ങൾ ശരിയല്ല എന്നൊക്കെ പറയുന്നത് ഒന്നും നടക്കില്ല. ധർമ്മം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, റൈറ്റിയസ്നെസ് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സ്റ്റെബിലിറ്റി വേണം.
സ്റ്റെബിലിറ്റി വേണമെങ്കിൽ നമ്മുടെ നേച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു നേച്ചർ ഉണ്ട്, നമ്മളെന്താണോ നമ്മുടെ ഒരു സത്ത, ആ സത്ത സ്റ്റെബിലൈസ് ആവണം. നമ്മുടെ നേച്ചർ സ്റ്റെബിലൈസ് ആയി, അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ ഓറിയന്റഡ്. ഒരു കുട്ടികൾ നാച്ചുറലാണ് അല്ലെ, ചെറിയ കുട്ടികള്. അതേപോലെ നമ്മൾ നേച്ചർ ആയിക്കഴിഞ്ഞാൽ ക്യാരക്ടറിന് സ്ട്രെങ്ത് വരും. നമ്മൾ വളരെ നാച്ചുറലാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുകയാണ് വിചാരിക്കും, അപ്പൊ നമ്മുടെ ക്യാരക്ടർ സ്ട്രോങ് ആവും, നമുക്ക് കണ്ടന്റ്മെന്റ് ഫാക്ടർ കൂടും, അതായത് നമുക്ക് സംതൃപ്തി കൂടുതൽ കിട്ടും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സൊസൈറ്റി ക്ലീൻ ആവും അല്ലെ, കറപ്ഷൻ ഇല്ലാണ്ടാവും. കാരണം ഞാൻ സംതൃപ്തനാണ്. എനിക്ക് സംതൃപ്തി ഇല്ലാണ്ടാവുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് വെട്ടിപ്പിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റൂട്ട് എന്നുള്ള ലെവലിലാണ് ഞാനിത് കാണുന്നത്. അതായത് ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എപ്പോൾ നമുക്ക് ഒരു കാര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല വിചാരിക്കും, നമുക്ക് അപ്പം തന്നെ സ്റ്റെബിലിറ്റി തുടങ്ങി. അതൊരു ക്ലിയർ എക്സാമ്പിളാണ്. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും വിരോധമില്ല. അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ വളരെ സ്റ്റേബിളാണ്. അങ്ങനെ ഒരു ജനറേഷൻ സ്റ്റേബിൾ, അല്ലെങ്കിൽ ഒരു ജനത മുഴുവൻ സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ സൊസൈറ്റി സ്റ്റേബിളായി. അപ്പോഴും നമ്മൾ അതാണ് ഈ ഭാരതത്തിന് ജഗത് ഗുരു എന്നുള്ള, ആ ജഗത് ഗുരു വരണമെങ്കിൽ നമ്മളത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ എല്ലാവരുടെ അടുത്തു നിന്നുള്ളത് മേടിക്കാൻ പോയിട്ടും, അല്ലെങ്കിൽ അപ്പുറത്തെ രാജ്യത്തിനെ ആക്രമിച്ചിട്ടും ഒരുപാട് പേരെ തല്ലിക്കൊന്നിട്ടും ഒന്നും ഈ സ്റ്റെബിലിറ്റി കിട്ടില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ രക്തച്ചൊരിച്ചിലും പിന്നെ മുറിവുകളും ഉണ്ടല്ലോ, എത്ര കാലം എടുക്കും അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ? ഈ ജനറേഷൻ കൊണ്ട് ചിലപ്പോൾ പറ്റില്ല അല്ലേ. അടുത്ത ജനറേഷൻ വരുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ രക്തച്ചൊരിച്ചിലിന്റെയും മുറിവിന്റെയും അടുത്ത ജനറേഷനായിട്ടാണ് വരുന്നത്. അപ്പൊ അവര് ഇന്ന് ഇവിടെ തല്ലിക്കൊന്നവര് അവിടെ പോയി തല്ലിക്കൊല്ലും, അത്ര തന്നെ. അതൊക്കെ മാറ്റേണ്ട സമയമായി. അത് നമ്മൾ ഭക്തി അതൊന്നുമല്ല, റൈറ്റിയസ്നെസ്, ധർമ്മം പരിപാലിച്ചുകൊണ്ട് തന്നെ വരണം. ആ ധർമ്മം പരിപാലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കതിന്റെ ശക്തി വന്നു. നമ്മൾ ഓരോരുത്തർക്കും അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എന്തെങ്കിലും ചെയ്യാനുണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്യാനുണ്ട്. ജീവിതം വെച്ച് ജീവിച്ചിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, കഥ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പല പല ഡയമെൻഷൻസ് ഉണ്ട് ഇതിലെ. ഞാൻ കാണുന്ന ഡയമെൻഷൻസാണ് പറയുന്നത്. അത് ആ ലെവലിൽ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ എന്തിനെങ്കിലും ലീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വേറൊരു വ്യക്തിയോട് പറയാൻ അർഹതയില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശക്തിയുമില്ല. കാരണം എനിക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് വേറൊരാളോട് പറയാം? അപ്പൊ നമ്മൾ ജീവിതത്തിൽ കൂടെ കാണിച്ചു കൊടുക്കണം. ഭാരതത്തിന്റെ ഇനിയുള്ള നാളുകളിൽ കൂടെ കാണിച്ചു കൊടുക്കണം സ്റ്റെബിലിറ്റി എന്താണ്. ഒന്നും ആവശ്യമില്ല മറ്റവരുടെ അടുത്തുനിന്ന്. എന്നാൽ അതേ സമയത്ത് ഇവിടെയുള്ള എല്ലാ റിസോഴ്സസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ചൂഷണം ചെയ്യാതിരിക്കുക, ഭൂമിയും ചൂഷണം ചെയ്യാതിരിക്കുക, നേച്ചറിനെ ചൂഷണം ചെയ്യാതിരിക്കുക, വ്യക്തികളെയും ചൂഷണം ചെയ്യാതിരിക്കുക, ഉള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക. ആ ലെവലിൽ നമ്മൾ ഒരു സൊസൈറ്റി ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയാൽ, സ്ട്രിക്ട്ലി ഓൺ റൈറ്റിയസ്നെസ്, സ്ട്രിക്ട്ലി ഓൺ ധർമ്മ, ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ പ്രസക്തി ലോകം മുഴുവൻ ഉണ്ടാവും. 1.5 ബില്യൺ പീപ്പിൾ ഔട്ട് ഓഫ് 8 ബില്യൺ പീപ്പിൾ ഭാരതീയരാണ്. ഇതിന്റെ അകത്തുള്ള മതവും ജാതിയും നോക്കണ്ട, എല്ലാം ഭാരതീയരാണ്. നമ്മളൊക്കെ ഒരേപോലെയാണ്. പല പല ദൈവങ്ങളെ വിശ്വസിക്കുന്നു, പല പല കാര്യങ്ങൾ റിച്വൽസിൽ ചെയ്യുന്നു. അതൊക്കെ ഒന്നും സാരില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഭാരതീയരാണ്. ഈ ഭാരതീയരാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കാണണോ? അത് നമ്മൾ അഹങ്കരിക്കലും കൊണ്ടൊന്നും ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രകടിക്കാൻ പറ്റില്ല. നമ്മുടെ സ്റ്റെബിലിറ്റിയാണ് നമ്മുടെ ആൻസർ. ഞാൻ സ്റ്റേബിൾ ആണെങ്കിൽ മറ്റുള്ളവരുടെ സ്റ്റെബിലിറ്റി കാണും. ഞാൻ അൺസ്റ്റേബിൾ ആണെങ്കിലോ അതും മറ്റുള്ളവർ കാണും. അപ്പൊ എനിക്ക് എന്റെ ജീവിതം തന്നെ നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എന്നിട്ട് നീ നന്നായി ജീവിക്കണമെന്ന് പറയാനൊരു കാര്യമില്ലല്ലോ. അപ്പൊ അത് ഒരു കൾച്ചറായി മാറ്റണം. ഇവിടെ അതിനൊരു പ്രസക്തിയുണ്ട്. അത് ഇപ്പോഴത്തെ സമയവും കറക്റ്റാണ് അല്ലേ? അപ്പൊ സുല്ലു നേരത്തെ പറഞ്ഞ പോലെ നാളെ ഒരു വലിയ ദിനമാണ്. ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുകയാണ് ധർമ്മത്തിന്റെ പരിപാലനത്തിന് വെച്ചു കഴിഞ്ഞാല് ചെറിയൊരു ദിനമല്ല, അത് ജയന്റ് ലീപ്പാണ്. നടക്കില്ല, ജമ്പാണ് ഒരു ഡയമെൻഷനിൽ നിന്ന് വേറെ ഡയമെൻഷനിലേക്ക്. അതങ്ങനെ ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.